മെയിൻ്റനൻസ് ഫ്രീ ആണ്. ബാറ്ററി വെള്ളം റീഫിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ലൈഫ് ഏകദേശം വീട്ടിൽ നല്ല രീതിയിൽ കറണ്ട് ബില്ല് കുറയ്ക്കാനും സാധിക്കും. എന്നാൽ വീട്ടിലൊരു ഫുൾ ടൈം പവർ സപ്ലൈ അല്ലെങ്കിൽ പവർ ബാക്ക്. ഹായ് ഹലോ ഫ്രണ്ട്സ്, JK സോളാർ സൊല്യൂഷൻസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജിബിൻ, ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. ഇന്ന് എൻ്റെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് 2 സോളാർ മോഡ്യൂൾസ് നമ്മുടെ റൂഫിംഗ് ഷീറ്റിന് മുകളിൽ റൂഫ് റെയിൽസ് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ 3 kVA സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റം ആണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ 100 AHൻ്റെ ഒരു 25.6 വോൾട്ടിൻ്റെ ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി വരുന്നുണ്ട്. കൂടാതെ 590 വാട്ട്സിൻ്റെ ടോപ്പ് കോൺ ടെക്നോളജിയിൽ വരുന്ന ബൈഫേഷ്യൽ സോളാർ മോഡ്യൂൾസ് 2 എണ്ണം ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സാധാരണ വീടുകൾ, ഒരു 5 ബെഡ്റൂം വരെയുള്ള വീടുകളിൽ നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷനായിട്ട്, അതുപോലെ തന്നെ വീട്ടിലൊരു 3 മുതൽ 5 യൂണിറ്റ് വരെ വൈദ്യുതി ഡെയിലി നമുക്ക് സേവ് ചെയ്യാം, അല്ലെങ്കിൽ സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കൺവീനിയൻസ് ആണ് സിസ്റ്റം തരുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നമുക്ക് ഫുൾ ടൈം വീട്ടിൽ പവർ സപ്ലൈ ഉണ്ടായിരിക്കും. പിന്നെ ബാറ്ററി ലെഡ് ആസിഡ് അല്ല, ലിഥിയം ബാറ്ററിയാണ്. അതുകൊണ്ട് തന്നെ വെള്ളം ഒഴിക്കുകയോ മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഫിറ്റ് ആൻഡ് ഫോർഗറ്റ് സിസ്റ്റമാണ്. പിന്നെ ഇൻവെർട്ടർ നമുക്ക് 3 വർഷം ഓൺ സൈറ്റ് സർവീസ് വാറണ്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ 5 വർഷം വാറണ്ടിയാണ് ബാറ്ററിക്ക് കമ്പനി കൊടുക്കുന്നത്. പിന്നെ സോളാർ പാനൽസ് നമുക്കറിയാവുന്ന 25+ വാറണ്ടിയാണ്. അതിൽ 12 വർഷം ഏകദേശം ലീനിയർ വാറണ്ടി ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ ഒരു ഓവറോൾ ഐഡിയ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം. സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റങ്ങളിൽ ഏറ്റവും പ്രചാരത്തിലുള്ള, അല്ലെങ്കിൽ ഏറ്റവും ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്ന ഒരു മോഡലാണ് 3 kVA ഓഫ് ഗ്രിഡ് സിസ്റ്റംസ്. അതിൽ നമുക്ക് 2 പാനൽ, 3 പാനൽ, 4 പാനലൊക്കെ വെച്ച് പല രീതിയിൽ കോൺഫിഗർ ചെയ്യാം. നമ്മുടെ ഒരു യൂസേജ് പാറ്റേൺ അനുസരിച്ച് നമുക്കത് എങ്ങനെ വേണമെങ്കിലും റീകോൺഫിഗർ ചെയ്ത് ഒരു കസ്റ്റം ഡിസൈൻഡ് മോഡലാക്കി എടുക്കാവുന്നതാണ്. സോളാർ വെക്കുമ്പോൾ എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം കറണ്ട് ബില്ല് കുറയ്ക്കുക എന്നുള്ളതായിരിക്കും. എന്നാൽ കറണ്ട് ബില്ല് കുറയ്ക്കുന്നതിലുപരി നമുക്ക് അതുപോലെ തന്നെ ഫുൾ ടൈം വീട്ടിൽ പവർ ബാക്കപ്പ് അല്ലെങ്കിൽ ഫുൾ ടൈം വീട്ടിൽ സപ്ലൈ കിട്ടുക എന്നുള്ളത് വേറൊരു അഡ്വാൻറ്റേജ് ഇങ്ങനത്തെ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് ചെയ്യുമ്പോൾ. അറ്റ് എ ടൈം നമുക്കൊരു 1500 വാട്ട്സിന് മുകളിൽ വരുന്ന ഹെവി ലോഡുകൾ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിൽ നമുക്ക് ഉപയോഗിക്കാം. ഒരു സാധാരണ വീടിനെ സംബന്ധിച്ച് ഒരു കിച്ചണിലാണെങ്കിലും അത്യാവശ്യം ഒരു മിക്സി ഉപയോഗിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഫുൾ ടൈം ഫ്രിഡ്ജ് വർക്ക് ചെയ്യിപ്പിക്കേണ്ടി വരും. പിന്നെ നമുക്ക് വീട്ടിലുള്ള കംപ്ലീറ്റ് ലൈറ്റ്, ഫാന്, അതുപോലെ തന്നെ TV, ഇപ്പോൾ CC ക്യാമറ ഉണ്ട്, അത് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ മോഡങ്ങൾ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മോഡങ്ങൾ, ഇതെല്ലാം നമുക്കിതിൽ വർക്ക് ചെയ്യിപ്പിക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 90% ലോഡുകൾ നമുക്കിതിൽ കൊടുക്കാം. പിന്നെ നമുക്ക് പകൽ സമയത്തൊക്കെ AC ഡയറക്റ്റ് വർക്ക് ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 4 പാനലൊക്കെ വെച്ചിട്ട് സിസ്റ്റം ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ഇതിനെ റീകോൺഫിഗർ ചെയ്യാവുന്നതാണ്. 3 kVA സിസ്റ്റംസ് പൊതുവേ നമ്മൾ 24 വോൾട്ട് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഹെവി ലോഡുകൾ 1000 വാട്ട്സിന് മുകളിലൊന്നും കണ്ടിന്യൂസ് ലോഡ് ചെയ്യിപ്പിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം അത് സിസ്റ്റത്തിൻ്റെ ലൈഫിനെയൊക്കെ ബാധിക്കും. നമുക്ക് സിസ്റ്റത്തിൻ്റെ പീക്ക് ലോഡ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഏകദേശം 1900-2000 വാട്ട്സൊക്കെ ഉണ്ട്. നമ്മൾ മുൻപും പല വീഡിയോകളിലൂടെ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ 24 വോൾട്ട് ചെറിയ സിസ്റ്റങ്ങളിൽ നമ്മൾ ഹെവി ലോഡുകൾ കണക്ട് ചെയ്യുന്ന അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ സാധാരണ വീടുകൾക്ക് ചെയ്യാൻ പറ്റുന്ന, വീട്ടിലെ കറണ്ട് ബില്ല് ഒരു 80% അല്ലെങ്കിൽ 50% മുകളിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഈ സിസ്റ്റത്തിൻ്റെ വിശദമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള നിരവധി വീഡിയോസ് JK സോളാർ സൊല്യൂഷൻസ് എന്നുള്ള ചാനൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്, തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ പഴയ വീഡിയോകൾ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവുന്നതാണ്. ഇവിടെ നമ്മൾ ഇത്തരത്തിൽ ഷീറ്റിന് മുകളിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ സ്ലോപ്പ് മാത്രമുള്ള പ്ലെയിൻ റൂഫിംഗ് ഷീറ്റാണ്. നമ്മൾ 100 mm, അതായത് 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒന്നര കൃത്യമായിട്ട് 4 ഇഞ്ചോളം ഹൈറ്റ് വരുന്ന ഒരു റൂഫ് റെയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റൂഫിംഗ് ഷീറ്റുകൾക്ക് മുകളിൽ ഇത്തരത്തിൽ പ്ലെയിൻ ആയിട്ടുള്ള ഷീറ്റുകളായിരിക്കണം. അതല്ലാതെ നമുക്ക് ഒത്തിരി വേരിയേഷൻസ് ഉള്ള ഷീറ്റുകൾക്ക് മുകളിലൊന്നും ഇത് സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഏരിയാസ് ഉണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇടയിലൂടെ വാക്ക് വേസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ പാനലുകൾ ഉണ്ടെങ്കിൽ ക്ലീനിങ്ങിനും വളരെ ഈസി ആയിട്ട് സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ റൂഫ് റെയിൽസ് ഉപയോഗിച്ച് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള നിരവധി ഇൻസ്റ്റലേഷൻസ് നമ്മുടെ ചാനലിൽ വീഡിയോകളായിട്ടുണ്ട്. ഇവിടെ നമ്മൾ നിലവിൽ 2 ഹാഫ് കട്ട് ടോപ്പ് കോൺ ടെക്നോളജിയിൽ വരുന്ന പാനൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബൈഫേഷ്യലാണ് പാനൽ. പക്ഷേ നമുക്ക് ഇവിടെ ഇത്രയും ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ബൈഫേഷ്യലിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എൻഹാൻസ്മെൻ്റ് ഒന്നും കിട്ടാൻ സാധ്യതയില്ല. പൊതുവെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിലുള്ളതെല്ലാം ബൈഫേഷ്യൽ പാനലുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പാനലുകൾ എന്നുള്ള നിലയിൽ 590 വാട്ട്സിൻ്റെ ടോപ്പ് കോൺ ബൈഫേഷ്യൽ സോളാർ മോഡ്യൂൾസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 2 എണ്ണമാണ്. 2ഉം സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 100 വോൾട്ട് അടുത്ത് നമുക്ക് ഓപ്പൺ സർക്യൂട്ട് വോൾട്ട് ഈ സിസ്റ്റത്തിൽ നിന്നും കിട്ടുന്നതാണ്. മുൻപ് നമ്മൾ വീഡിയോകളോട് പറഞ്ഞിട്ടുള്ളത് തന്നെ ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലിഥിയം ബാറ്ററി വെച്ചിട്ടുള്ള ഓഫ് ഗ്രിഡ് സിസ്റ്റംസ് പുതുതായിട്ട് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് മാത്രമല്ല, ഓൺ ഗ്രിഡ് സിസ്റ്റംസ് ഉപയോഗിക്കുന്നവർക്കും നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷനായിട്ടും പീക്ക് ടൈമിലുള്ള അധിക വൈദ്യുതി ചെലവിനെ മറികടക്കാനായിട്ടൊക്കെ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ രീതിയിലാണ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി 100%, 99% ചാർജറായിട്ട് കാണാം. 24 വോൾട്ട് സിസ്റ്റമാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 25.6 ആണ്. 100 AH ആണ് ബാറ്ററി കപ്പാസിറ്റി. 3 kVA ആണ് ഇൻവെർട്ടർ വരുന്നത്. ഇവിടെ നമുക്ക് 3 kVA 24 വോൾട്ട് ഹൈബ്രിഡ് മോഡലാണ്. നമുക്ക് സോളാർ കോമ്പാറ്റബിൾ ആണ്. 2200 വാട്ട്സ് വരെ സോളാർ പാനൽ കണക്ട് ചെയ്യാം. നിലവിൽ നമ്മൾ 590 വാട്ട്സിൻ്റെ 2 പാനൽസാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ലിഥിയം മോഡ് ഇനേബിൾഡ് ആണ്. ഇത് ലെഡ് ആസിഡ് ബാറ്ററിയിലും വർക്ക് ചെയ്യിപ്പിക്കാവുന്ന മോഡലാണ്.
ബാറ്ററിയുടെ കേസിലേക്ക് വന്നാൽ 100 ആണ് ബാറ്ററി കപ്പാസിറ്റി, 25.6 ആണ്. ഇതിൽ നിലവിൽ നോക്കിക്കഴിഞ്ഞാൽ 99% ചാർജിലായിട്ട് കാണാം. 27.9 ഉണ്ട് വോൾട്ടേജ്, -1.8 1.7 കാണിക്കുന്നത് ഡിസ്ചാർജിങ് ആണ്. 31 ഡിഗ്രി ആണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ. പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽസ് കൊടുത്തിരിക്കുന്നതാണ്. ഇതിൻ്റെ മറു സൈഡിൽ 125 ആംസിന്റെ ഒരു MCB ഉണ്ട്, BMSന്റെ ഒരു സ്വിച്ച് ഉണ്ട്. നമ്മൾ മുൻപ് വീഡിയോകളോടെ ഇതിനെപ്പറ്റി പരാമർശിച്ചിട്ടുള്ളതാണ്. ഇൻവെർട്ടറിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ സോളാർ പാനലിന്റെ പോസിറ്റീവ് നെഗറ്റീവ് കണക്ട് ചെയ്യാനുള്ള ടെർമിനൽസ് ഉണ്ട്, 2 കൂളിംഗ് ഫാന്, അതുപോലെ തന്നെ 16 ആംപിയറിന്റെ ഒരു MCB പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോക്കറ്റ് ഔട്ട്പുട്ട് ആണ് വരുന്നത്. ഇൻവെർട്ടറിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്യുന്നത്, എറർ സിഗ്നലുകൾ ഏതൊക്കെയാണ്, കളർ കോഡുകൾ, അതായത് ഡിസ്പ്ലേയുടെ ബാക്കിലേക്ക് അറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കി എങ്ങനെ മനസ്സിലാക്കാം, ഏത് മോഡിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. സാധാരണ വീടുകൾക്ക് യോജിച്ച ഏറ്റവും നല്ലൊരു ബാക്കപ്പ് സൊല്യൂഷനാണ് 2 ബാറ്ററികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു 24 വോൾട്ട് സിസ്റ്റം ചെയ്യുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഒരു 25.6 ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി പാക്ക് ചെയ്യുകയാണെങ്കിൽ ഭാവിയിലേക്ക് മെയിൻ്റനൻസ് ഫ്രീ ആയിട്ട് പവർ ലോസ് മാക്സിമം കുറച്ചുകൊണ്ട് നല്ല ലൈഫ് ടൈം കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. 1000 മുതൽ 3000 രൂപ വരെ ബില്ല് വരുന്ന വീടുകൾക്ക് കറണ്ട് ബില്ല് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ഫുൾ ടൈം ബാക്കപ്പിന് വേണ്ടി നമുക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഉപയോഗിക്കാം. മെയിൻ്റനൻസ് ഫ്രീ ആണ്, ബാറ്ററി വെള്ളം റീഫിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ലൈഫ് ഏകദേശം 10 വർഷത്തോളം പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വളരെ കോമ്പാക്റ്റ് ആണ്, കുറച്ച് സ്ഥലം മതിയാവും. ഇതേ സെയിം സിസ്റ്റം നമ്മൾ ലെഡ് ആസിഡ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ 2 ബാറ്ററികൾ വേണ്ടി വരും. അത് നമ്മൾ വെള്ളം ഫില്ല് ചെയ്യുമ്പോഴാണെങ്കിലും 12 സെല്ലുകൾ ഫില്ല് ചെയ്യേണ്ടി വരും. അപ്പോൾ സ്പിൽ ഔട്ട് ആവും. അപ്പോൾ കുറേ കാലം കഴിയുമ്പോൾ നമ്മൾ ബാറ്ററി വെച്ച സ്ഥലങ്ങളൊക്കെ വൃത്തികേടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഒതുങ്ങിയ ഒരു സ്ഥലത്ത് ഇരുന്നോളും, വളരെ കോമ്പാക്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ്. 3 വർഷം ഫ്രീ ഓൺസൈറ്റ് സർവീസ് വാറണ്ടിയാണ് കമ്പനി ഈ മോഡലിന് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മുൻപ് നമ്മൾ വീഡിയോകളോട് പ്രതിപാദിച്ചിട്ടുള്ളവർ തന്നെ സ്മാർട്ട്, ഹൈബ്രിഡ്, PCU എന്ന് പറയുന്ന 3 മോഡുകൾ ഇതിൽ അവൈലബിൾ ആണ്. സ്മാർട്ട് മോഡാണ് നമുക്ക് ബാറ്ററി ഫുൾ ടൈം 100% അല്ലെങ്കിൽ എബോ 80% ചാർജ്ഡായിട്ട് നിൽക്കുന്ന മോഡ്. ഫുൾ ടൈം ബാക്കപ്പ് ഒക്കെ വേണമെന്നുള്ളവർ സ്മാർട്ട് മോഡാണ് ചൂസ് ചെയ്യേണ്ടത്. അതിൽ മാക്സിമം സേവിങ്സ് മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ PCU മോഡ് ചൂസ് ചെയ്യാം. 5 വർഷം വാറണ്ടിയാണ് കമ്പനി ഈ മോഡലിന് നൽകുന്നത്. എങ്കിലും 8 മുതൽ 10 വർഷം വരെയൊക്കെ ലൈഫ് കിട്ടാൻ സാധ്യതയുണ്ട്. നിലവിൽ സോളാറിലാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സ്മാർട്ട് മോഡാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ബാറ്ററി ഓൺ എന്ന് കാണിക്കുന്നു, അതിനർത്ഥം ഇപ്പോൾ നമുക്ക് ബാറ്ററിയിലാണ് അല്ലെങ്കിൽ സോളാറിലാണ് എന്നുള്ളതാണ്. അതുപോലെ മെയിൻസ് ഓഫ് ആണ് കാണിക്കുന്നത്, അതിൻ്റെ അർത്ഥം ഇപ്പോൾ KCB കട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഇൻവെർട്ടർ KCBനെ ബ്ലോക്ക് ചെയ്തിട്ട് സോളാറിലാണ് സിസ്റ്റം നമ്മുടെ ലോഡ് ഉപയോഗങ്ങൾ നടത്തുന്നത്. ഈ ഇനേബിൾ ഡിസേബിൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ ഹോൾഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇത് പുതുതായിട്ട് സോളാർ വെക്കുന്നവർക്ക് മാത്രമല്ല, ഓൾറെഡി ഓൺ ഗ്രിഡ് സിസ്റ്റംസ് ഉപയോഗിക്കുന്നവർക്കും അടിക്കടി കറണ്ട് കട്ടുള്ള സ്ഥലങ്ങളിൽ, വോൾട്ടേജ് വേരിയേഷൻസ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സിസ്റ്റംസ് ഉപയോഗിക്കുകയാണെങ്കിൽ വീട്ടിലുള്ള 80% ലോഡുകൾ നമുക്ക് ഈ സിസ്റ്റത്തിൽ കണക്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇൻവെർട്ടറിന്റെ ലോഡ് കപ്പാസിറ്റി 1800 മുതൽ 2000 വാട്ട്സ് വരെ ആണെങ്കിലും സേഫ് ആയിട്ടുള്ള വർക്കിങ്ങിനായിട്ട് 1000 വാട്ട്സ് റേഞ്ചിലുള്ള ലോഡുകൾ മാത്രം കണക്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ നമുക്ക് 2000 വാട്ട്സോളം പാനൽ കൊടുക്കുകയാണെങ്കിൽ പകൽ സമയത്ത് ലൈവ് AC ഒക്കെ ഓടിക്കാവുന്നതാണ്, 1 ടൺ ഇൻവെർട്ടർ AC ഒക്കെ. ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററി ആയതുകൊണ്ട് തന്നെ 2 150 ലെഡ് ആസിഡ് ബാറ്ററിയുടെ അതേ ഗുണം നമുക്ക് കിട്ടുന്നതാണ്. 32 ആംപിയർ DC MCB പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻ ആൻഡ് ഔട്ട് സെറ്റപ്പ് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഇൻവെർട്ടറിന്റെ പവർ കോഡ് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഒരു 2-way സ്വിച്ച് ഉപയോഗിച്ചുകൊണ്ട് KCB സോളാർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതേ സെയിം സിസ്റ്റം മറ്റ് പല സൈറ്റ് കണ്ടീഷൻസിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതിന്റെ വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സോളാറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് വാച്ച് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു സോളാർ ഇൻസ്റ്റലേഷൻ വീഡിയോ ആയിട്ട് ചാനലോട് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.